ആഗോള സൗത്തിൻ്റെ ഗ്ലോബൽ സൗത്തിൻ്റെ ഏറ്റവും വലിയൊരു ചാമ്പ്യനായിരുന്നു ഇന്ത്യ. നെഹ്റുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ഇപ്പം ബംഗ്ലാദേശ് വിഭജനത്തിൽ നമ്മളെടുത്ത റോള്, ഇതൊക്കെ ലോകം അംഗീകരിച്ച റോളാണ്. ആ ഇന്ത്യയാണ് ഇത്ര നാണം കെട്ട രീതിയിൽ അമേരിക്കക്ക് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. നമ്മൾ കണ്ടതാണല്ലോ, നമ്മളെ പൗരന്മാരെ ചങ്ങലൊക്കെ ഇട്ടിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടു തള്ളിയപ്പോൾ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് ഈ പ്രധാനമന്ത്രി. ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ളത് വെനിസ്വേലയിലാണ് അല്ലേ, 303 ബില്യൺ ബാരലാണ്. 30,300 ബാരൽ. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 145 ലിറ്റർ 150 ലിറ്റർ വരും. കാരണം അത്രയും വലിയ എണ്ണ ശേഖരമാണ്. അത് രണ്ടാമത്തേത് മാത്രമാണ് സൗദി അറേബ്യ, മൂന്നാമത്തേത് മാത്രമാണ് ഇറാൻ. അതായത് ഏറ്റവും കൂടുതലുള്ളത് ബാക്ക് യാർഡിലാണ്, അമേരിക്കയുടെ ബാക്ക് യാർഡിലാണ്. അന്നേരം എന്തിന് മിഡിൽ ഈസ്റ്റിൽ പോകണം? അത്ര ദൂരെ പോയി ഞാൻ എണ്ണ വാങ്ങണം, എനിക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ. ഇത് ഒരു റാങ്ക് ഇമ്പീരിയലിസമാണ് ശരിക്കും. തനി ദേശാവനി കൊടുത്ത തലക്കെട്ടുണ്ട്, തനി തെമ്മാടിത്താണ്. ആ തെമ്മാടിത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ഉഡാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞാൻ പനാമ കനാല് തിരിച്ചു പിടിക്കും, ഗ്രീൻലാൻഡ് തിരിച്ചു പിടിക്കും, 51ാമത്തെ സംസ്ഥാനമായിട്ട് കാനഡയെ മാറ്റും. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അധികാരത്തിൽ വന്നപ്പോൾ. ലാറ്റിൻ അമേരിക്കയിലെ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയ ഫ്ലോറസിനെയും അവരുടെ വാസസ്ഥലം കടന്നാക്രമിച്ച് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ തടവിലാക്കിയിരിക്കുകയാണ്. വെനിസ്വേല അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ഈ കേട്ടുകേൾവിയില്ലാത്ത നടപടി. സമീപകാല ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഈ സംഭവത്തെക്കുറിച്ച് വിലയിരുത്തുകയും അതിന് ആധാരമായ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ വി വി പരമേശ്വരനാണ്. ദേശാഭിമാനിയിലേക്ക് വി വി പരമേശ്വരനെ സ്വാഗതം ചെയ്യുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു അമേരിക്ക പലതരം ഇടപെടലുകൾ പല മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം നഗ്നമായ ഇടപെടൽ ആദ്യമായിട്ടാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം സമാനമായ ഒരു സംഭവം 1989 പനാമയിൽ ഉണ്ടായിട്ടുണ്ട്, ലാറ്റിൻ അമേരിക്ക തന്നെ. പനാമയിലെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള മാനുവൽ നൊറീഗ ഇതേമാതിരി മയക്കുമരുന്ന് കടത്തിൽ പെട്ട ആളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സൈന്യം ഇറങ്ങിയിട്ട്, ഇതിപ്പം ലിമിറ്റഡ് ഓപ്പറേഷനാണ് ശരിക്കും വെനിസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. അന്ന് അങ്ങനെയല്ല, അന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി സൈന്യം കരസേന ഇറങ്ങി നൊറീഗയെ പിടിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അബോട്ടാബാദിൽ വെച്ചിട്ട് ബിൻ ലാദനെ പിടിച്ചത് നമുക്കറിയാം. സദ്ദാം ഹുസൈൻ എങ്ങനെയാണ് കൊന്നതെന്നറിയാം. അന്നേരം ആ രീതിയിലൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ബ്ലാറ്റൻ്റായിട്ട് ഈ ആധുനിക ലോകത്ത് 21ാം നൂറ്റാണ്ടിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഭരണാധികാരിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു കൊള്ളസംഘം വന്നിട്ട് കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്ന മാതിരി തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അന്നേരം അത്ര ബ്ലാറ്റൻ്റായിട്ടുള്ള ആൻറ്റി ഡെമോക്രാറ്റിക് ആക്ടിവിറ്റിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അമേരിക്ക ഇതിന് ന്യായീകരണമായി പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്തിന്, അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കള്ളക്കടത്തിന് പ്രധാന പങ്ക് മഡൂറോയ്ക്കാണ്. പലവണ്ണം മുന്നറിയിപ്പ് എടുത്തിട്ടുള്ളതാണ്. ഇത് എത്രത്തോളം വാസ്തവം ഇതിൽ ഉണ്ട്? ഇതിലൊരു വാസ്തവവും ഇല്ല. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, പാശ്ചാത്യ മാധ്യമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട എക്സ്പേർട്ടുകൾ അവർ പറയുന്നത് ഈ ട്രംപ് പറയുന്ന സംഘടനയുണ്ട്, ഡി ലോസ് സാൻറ്റോസ് എന്നായിട്ട് പറഞ്ഞിട്ട്, അങ്ങനൊരു സംഘടനയെ നിലവിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനൊരു സംഘടന പോലും നിലവിലില്ല. ഇനി മറ്റൊന്ന്, ട്രംപ് പറയുന്നത് കൊക്കൈൻ വരുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത് വെനിസ്വേലയിൽ നിന്നാണ്. പക്ഷേ ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകൾ കംപ്ലീറ്റ് എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു ഡാറ്റയുണ്ട്. ആ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ കരീബിയൻ തീരത്ത് കൂടി വെനിസ്വേലയിൽ കൂടി അമേരിക്കയിലെത്തുന്ന കൊക്കൈൻ എന്ന് പറയുന്നത് വെറും 5%. ഇപ്പം ടോട്ടൽ കൊക്കൈൻ ഉൽപ്പാദനത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ 22% പെറു, ഇക്വഡോർ, കൊളംബിയ 3 രാജ്യങ്ങളാണ്. അതിൽ പെറു, ഇക്വഡോറും അമേരിക്കൻ്റെ ശിങ്കിടികളാണ് ഭരിക്കുന്നത്. കൊളംബിയയിൽ മാത്രമാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഗുസ്താവോ പെത്രോ ഭരിക്കുന്നത്. ബാക്കി 2 രാജ്യങ്ങളും എത്രയോ കാലമായിട്ട് അമേരിക്കയുടെ കയ്യിലാണ്. പെറുവിലൊരു ഇടതുപക്ഷക്കാരൻ വന്നു, കാസ്റ്റിയോ. ആ കാസ്റ്റിയോനെ അട്ടിമറിച്ചിട്ട് അമേരിക്കക്കാരുടെ ഭരണാധികാരിനെ ഏർപ്പാടാക്കി. അത് 22% പ്രൊഡക്ഷനുള്ള ഈ 3 സ്റ്റേറ്റിൽ 2 സ്റ്റേറ്റ് ഭരിക്കുന്നത് അമേരിക്കൻ ശിങ്കിടികളാണ്. അതിനെന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റി കഴിയുന്നില്ല?
അതുപോലെ 95% കൊക്കൈൻ പിന്നെ അമേരിക്കയിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ പസഫിക് വഴിയാണ്. പസഫിക് തീരം വഴിയാണ് അമേരിക്കയിലേക്ക് കടക്കുന്നത്. കാരണം ഇത് വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു ഡാറ്റയാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഡാറ്റ പറയുന്നത് എന്താ വെച്ചാൽ അമേരിക്കയിൽ കൊക്കൈൻ കടത്തിയിട്ടിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ, ആ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ ജയിലിൽ കഴിയുന്ന പ്രതികളിൽ 87% അമേരിക്കക്കാർ തന്നെയാണ്. അവരെന്നെയാണ് ഈ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുക. കാരണം ലാഭം കിട്ടുന്ന കച്ചവടം അവർ നടത്തുന്നു. അവിടെ ക്യാപിറ്റലിസം ഉള്ളത്, സ്വാഭാവികമായിട്ടും ലാഭമാണ് പ്രധാനം. അതായത് എത്ര മാരക വിഷം വിറ്റാലും ലാഭം കിട്ടുമെങ്കിൽ അവർ വിൽക്കും. അന്നേരം അമേരിക്കക്കാരനെയാണ് ജയിലിൽ ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇതൊക്കെ വെറും തെറ്റായ കണക്കുകളാണ്, അതായത് ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷിങ്കിടി ഭരണത്തെ പറ്റി പറഞ്ഞതുപോലെ വെനിസ്വേലയിൽ 1999 ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതിനുശേഷമാണ് കാര്യം ഈ എണ്ണ സമ്പത്ത് അതിനു മുമ്പ് അമേരിക്ക ആയിരുന്നു ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തുച്ഛമായ വിലയ്ക്ക്. അത് കഴിഞ്ഞ് അമേരിക്കയുടെ വെനിസ്വേല എണ്ണ ദേശസാൽക്കരിക്കുകയും അതോടെയാണ് ഈ വെനിസ്വേലനോടുള്ള ശത്രുതാ മനോഭാവം അമേരിക്ക തുടങ്ങിയത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതെ ചില വെനിസ്വേലയുടെ ചരിത്രം പരിശോധിച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണ് 45 ആദ്യം ദേശസാൽക്കരിക്കുന്നുണ്ട് ബൊളിവേറിയൻ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് 75 വീണ്ടും ദേശസൽക്കരണത്തിന് ഊന്നി പറയുന്നുണ്ട്. പക്ഷേ 75 കഴിഞ്ഞപ്പോഴാണ് നിയോ ലിബറലിസം തുടങ്ങുന്നത്. നിയോ ലിബറലിസം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അലണ്ടയെ അട്ടിമറിച്ചിട്ട് ഇയാൾ പിനാഷെ വന്നപ്പോഴാണ്. ചിലിയിലാണ് ആദ്യമായിട്ട് നിയോ ലിബറൽ നയങ്ങൾ, ചിക്കാഗോ ബോയ്സിൻ്റെ നിയോ ലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നത്. കാരണം അതിനുശേഷമാണ് ലാറ്റിൻ അമേരിക്കയിലെമ്പാടും നിയോ ലിബറൽ നയങ്ങൾ വന്നത്. സ്വാഭാവികമായിട്ടും വെനിസ്വേലയിലും വന്നു. അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് പോലും ഈ നിയോ ലിബറൽ നയങ്ങളാണ് നടപ്പാക്കിയത്. അതായത് സ്വാഭാവികമായിട്ടും ദേശസാൽക്കരണം അങ്ങ് മാറ്റിവെച്ച് സ്വകാര്യവൽക്കരണം ആരംഭിച്ചു. അതായത് എണ്ണ മേഖലയും സ്വകാര്യവൽക്കരിച്ചു. അതായത് ഈ എണ്ണ മേഖല സ്വകാര്യവൽക്കരിച്ചപ്പോൾ അതിൻ്റെ നേട്ടം സ്വാഭാവികമായിട്ടും അമേരിക്കൻ കമ്പനികൾക്കാണ് കിട്ടിയത്. കാരണം ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ എണ്ണ എക്സ്പ്ലോറേഷൻ നടത്തുന്നത്, കുഴിച്ചെടുക്കുന്നത്, അതിലൊക്കെ സാങ്കേതിക വിദ്യ ഒക്കെ അമേരിക്കൻ കമ്പനികൾക്കാണ്. പ്രധാനമായും എക്സൺ മൊബിലും ഷെവ്രോണുമാണ് അമേരിക്കൻ കമ്പനികൾ. മറ്റേത് ടോട്ടൽ ഉണ്ട്, മറ്റ് കമ്പനികൾ ബ്രിട്ടൻ കമ്പനികളും ഉണ്ട്. കാരണം ഇത് പിന്നെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് 98 ഇപ്പോൾ ഒരു പട്ടാള അട്ടിമറിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഷാവേസ് വരുന്നത്. അന്ന് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ വിദേശരംഗം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പട്ടാള അട്ടിമറി എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ഷാവേസ് വന്നത് അട്ടിമറിയിലൂടെയാണെന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ അട്ടിമറി വന്നു, ഷാവേസ് വന്നു. പിന്നെ 99 പിന്നെ സാജൻ പറഞ്ഞതുപോലെ അയാൾ നോർമൽ എലക്റ്റഡായിട്ട് അധികാരത്തിൽ വരികയാണ്. എന്നിട്ട് 2002 മാത്രമാണ് പിന്നെയും 3 വർഷത്തിന് ശേഷമാണ് ഹൈഡ്രോ കാർബൺ ലോ പാസ്സാക്കുന്നത്. ആ ഹൈഡ്രോ കാർബൺ ലോ ആണ് യഥാർത്ഥത്തിൽ ദേശസാൽക്കരണത്തിലേക്ക് വീണ്ടും വെനിസ്വേല വരുന്നത്. അതിനുശേഷമാണ് PDVSA എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായത്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിൽ പോലും എക്സ്പ്ലോറേഷനും ഖനനവും പൂർണ്ണമായിട്ടും പൊതുമേഖലയിലാണ്. PDVSA എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൽ ഇന്ത്യയിലൊരു ഓയിൽ കമ്പനിക്ക് നിക്ഷേപമുണ്ട്. അങ്ങനെ അവിടെ പിന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് വരുന്നു. മറ്റ് വിൽപ്പന, അതുപോലെ തന്നെ ശുദ്ധീകരണം, അത് വേണമെങ്കിൽ പൊതുമേഖലയല്ല സ്വകാര്യ മേഖലാ കമ്പനികൾക്കും അനുവദിച്ചു. അതായത് ആ രീതിയിലാണ് അവിടെ ഇത് തുടങ്ങിയത്. അന്നേരം ഇത് ട്രംപ് ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഇത് തെറ്റാണ്. കാരണം അമേരിക്കൻ കമ്പനികൾ നേരത്തെ അവർക്ക് കിട്ടിയിരുന്ന ഒരു ആനുകൂല്യം ഈ ദേശസൽക്കരണത്തിലൂടെ ഇല്ലാതായിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ കാര്യങ്ങൾ ഇപ്പം കിട്ടുന്നില്ല, കാരണം ദേശസൽക്കരണം വന്നു. അതായത് ദേശസൽക്കരണം എന്ന് പറയുന്നത് ഒരു തെഫ്റ്റാണെന്നാണ് ട്രംപിൻ്റെ പുതിയ ആഖ്യാനം. കാരണം അത് ഞങ്ങൾ എടുത്തു കളഞ്ഞു. ഇപ്പം അത് കളഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ എണ്ണ മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം ഇതിന് മറ്റൊരു വശം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ളത് വെനിസ്വേലയിലാണ്, അല്ലേ? 303 ബില്യൺ പിന്നെ ബാരലാണ്. അതായത് 30,300 ബാരൽ. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 145 ലിറ്റർ 150 ലിറ്റർ വരും. കാരണം അത്രയും വലിയ എണ്ണ ശേഖരമാണ്. അത് രണ്ടാമത്തേത് മാത്രമാണ് സൗദി അറേബ്യ, മൂന്നാമത്തേത് മാത്രമാണ് ഇറാൻ. അന്നേരം ഏറ്റവും കൂടുതലുള്ളത് ബാക്ക് യാർഡിലാണ്, അമേരിക്കയുടെ ബാക്ക് യാർഡിലാണ്. അന്നേരം എന്തിന് മിഡിൽ ഈസ്റ്റിൽ പോകണം? അത്ര ദൂരെ പോയി ഞാൻ എണ്ണ വാങ്ങണം? എനിക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ.
സ്വന്തം പോലെ എടുക്കാമല്ലോ, അതാണിപ്പം ട്രംപ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു നാടകമാണിപ്പം നടത്തിയതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പം വേറൊരു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ സംഭവത്തെ തുടർന്ന് ഒരു ആഖ്യാനം ചില ആളുകൾ പറയുന്നുണ്ട്, ഇത്ര എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമായിട്ടും വെനിസ്വേലയിൽ സാമ്പത്തികമായ പ്രതിസന്ധിയാണെന്ന്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ മേഖലയിലെ ദേശസാൽക്കരണത്തെ തുടർന്ന് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണല്ലോ. ഷാവേസിൻ്റെ കാലത്ത് നല്ല സാമൂഹിക സുരക്ഷ ഉണ്ടായി. പിന്നെ അമേരിക്കയുടെ ഉപരോധത്തെ തുടർന്നാണല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ആ സാഹചര്യം എങ്ങനെ നമുക്ക് കാണാം? അതായത് ദേശസാൽക്കരണം വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അമേരിക്ക പിന്നോട്ട് പോയി. അമേരിക്കൻ കമ്പനികൾക്ക് അവസരമില്ലാതായി, കുഴിച്ചെടുക്കാനുള്ള അവസരമില്ലാതായി. അങ്ങനെ സ്വാഭാവികമായിട്ട് സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് വെനിസ്വേലൻ ഗവൺമെൻറ്റിന്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരതിൽ ഉറച്ചു നിന്നു. കാരണം അവരുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ പിന്നോക്കം നിൽക്കുന്ന രാജ്യത്തിന് ആകെയുള്ള ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് എണ്ണയാണ്. ആ എണ്ണ അമേരിക്കൻ കമ്പനികൾക്ക് കൊടുത്താൽ അവരുടെ വരുമാനമാണെന്ന് ഇല്ലാതെ വന്നത്. സ്വാഭാവികമായിട്ടും അത് അവർ വേണ്ടാന്ന് വെച്ചു. കുറച്ച് പിന്നോട്ട് പോയാലും ഞങ്ങൾ ദേശസാൽക്കരണത്തിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു. അതിന് ആ പണം ഉപയോഗിച്ചിട്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത്, ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത്. അതിനൊക്കെ ഓരോ സ്പാനിഷ് പേരുണ്ട്, ആ പേര് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ആ രീതിയിലാണ് സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ വലിയ ഒരു മാറ്റം ഷാവേസ് കൊണ്ടുവന്നു. ഷാവേസിൻ്റെ അയാളുടെ ഓർമ്മക്കുറിപ്പ് പറയുന്നുണ്ട്. കാരണം ഒരു കുന്നുംപുറത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു വൃദ്ധ ഷാവേസിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയാണ്, എനിക്ക് അരി വെക്കാൻ പിന്നെ സാധനങ്ങളൊന്നുമില്ല, കത്തിക്കാൻ വിറകില്ല, ഞാനെന്ത് എൻ്റെ കട്ടിൽ പൊളിച്ചിട്ട് ഞാനതെടുത്ത് കത്തിക്കുകയാണ്. പക്ഷേ എങ്കിലും മോനെ നീ ഈ നയം തുടരണം, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും നീ ഈ നയം തുടരണം. അന്നേരം ആ രീതിയിൽ ജനങ്ങൾ ഈ ദേശസാൽക്കരണത്തെ ഈ എണ്ണപ്പണം ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനെ വളരെ കാര്യമായിട്ട് പിന്തുണച്ചിരുന്നു. ആ പിന്തുണ ആണ് ഷാവേസിൻ്റെ ജനപിന്തുണയ്ക്ക് അടിസ്ഥാനം. പക്ഷേ ഷാവേസ് 2013 അർബുദം ബാധിച്ച് മരിക്കുന്നു. മരിച്ചതിന് ശേഷം ട്രേഡ് യൂണിയൻ നേതാവും ബസ് ഡ്രൈവറുമായിട്ടുള്ള മഡൂരോ ആ സ്ഥാനത്തേക്ക് വരുന്നു. മഡൂരോ വന്നപ്പോഴാണ് 2017 സാങ്ഷൻ വരുന്നത്, ഉപരോധം വരുന്നത്. ആ ഉപരോധം വന്നതോടുകൂടി പിന്നെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് അവർക്ക് അസാധ്യമായിട്ട് ചൈന അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ സാങ്കേതികമായി ചില സഹായങ്ങൾ നൽകിയിരുന്നു. പക്ഷേ സാങ്ഷൻ വന്നതോടുകൂടി അത് തീർത്തും തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം വന്നു. അതാണ് ഈ കുഴിച്ചെടുക്കുന്നത് 1% മാർക്കറ്റിലേക്ക് എത്തുന്നുള്ളൂ. ഏറ്റവും വലിയ ശേഖരമാണെങ്കിലും ലോകത്തിൻ്റെ മൊത്തം എണ്ണ വ്യാപാരത്തിൻ്റെ വെറും 1% പിന്നെ വെനിസ്വേലയിൽ നിന്ന് വരുന്നത്. അതിന് കാരണം ഈ സാങ്ഷനാണ്. അതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോഴേ ഇതിനെ തുടർന്ന് ഇപ്പോൾ അമേരിക്കൻ ഈ വെനിസ്വേലയിൽ തന്നെ അവിടുത്തെ ഈ പഴയ ഒരു പ്രഭുവർഗം ഉണ്ടല്ലോ, ആ പ്രഭുവർഗത്തിൻ്റെ കുറേ പിന്തുണക്കാരുണ്ട്. അവരിപ്പോൾ ലോകത്ത് പല ഭാഗങ്ങളിലും ചെറിയ പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മഡൂരോയെ നീക്കിയ നടപടി വെനിസ്വേലൻ ജനതയ്ക്കാകെ ആഹ്ലാദമാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ നമ്മുടെ നേരത്തെ തന്നെ ഈ കാരക്കാസിലെ ഒരു വലിയ പ്രഭുവർഗം ഈ അവിടുത്തെ അമേരിക്കൻ പിന്തുണയുള്ള പ്രതിപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇവർ ഏറ്റെടുത്ത് അവർക്ക് അമേരിക്ക നല്ല പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതായത് ഇതിപ്പോൾ ലോകത്തിൽ ഏത് റവല്യൂഷൻ ആയാലും ശരി, റവല്യൂഷൻ വിജയിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒളിഗാർക്കിയെ അടിച്ചമർത്തും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് കേരളത്തിൽ നോക്കിയാൽ മതി. കേരള 57 മിനിസ്ട്രി വന്നപ്പോൾ ആദ്യം പല്ല് തച്ച് കുഴിച്ചത് ഇവിടുത്തെ കേരളത്തിലെ ഭൂപ്രഭുത്വത്തിൻ്റെയാണ്, അല്ലേ? എന്താ പറയുക, ഭൂപരിഷ്കരണ ബില്ലിൽ കൂടി. കാരണം അവർക്ക് അധികമായിട്ടുള്ള ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാരന് വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റുകൾ എവിടെ വന്നാലും സ്വാഭാവികമായിട്ടും ഒളിഗാർക്കിക്ക് ദുഷ്പ്രഭുത്വത്തിന് വലിയ വിഷമമുണ്ടാകും. കാരണം അവരുടെ ഇത്രമാത്രം സമ്പത്ത് ഊറ്റിക്കുടിച്ച ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിന് അതിന് തടസ്സമുണ്ടാകും ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് വരുമ്പോൾ. കാരണം സ്വാഭാവികമായിട്ടും അവർ ഈ ഗവൺമെൻറ്റിനെതിരെ എല്ലാ രീതിയിലും പ്രവർത്തിക്കും. അതിന് സാർവദേശീയ ബന്ധങ്ങൾ ഉപയോഗിക്കും, അമേരിക്കൻ ബന്ധങ്ങൾ ഉപയോഗിക്കാം, യൂറോപ്യൻ ബന്ധങ്ങൾ ഉപയോഗിക്കാം, എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചിട്ട് അവരതിനു വേണ്ടി ശ്രമിക്കും സ്വാഭാവികമായിട്ടും. കാരണം അത് കൂടുതൽ ശക്തമായിരുന്നു യഥാർത്ഥത്തിൽ വെനിസ്വേലയിലേക്ക്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, വെനിസ്വേലയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നഗരങ്ങളിലാണ് ജീവിക്കുന്നത്.
പോപ്പുലേഷൻ്റെ ഒരു 90% നഗരങ്ങളിലാണ്. ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഗ്രാമങ്ങളിലുള്ളൂ. കാര്യം ഈ നഗരങ്ങളിലാണ് ഈ എന്താ പറയുക ഒളിഗാർക്കികളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നഗരങ്ങളാണ്. അതിന് സ്വാഭാവികമായിട്ടും അവർക്ക് കാശുണ്ട്, അമേരിക്കൻ പിന്തുണയുണ്ട്, ഫ്ലോറിഡയിൽ മിയാമിയുടെ പിന്തുണയുണ്ട്. മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മാൻ, അയാളാണ് ഇവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മനുഷ്യൻ. അതിന് സ്വാഭാവികമായിട്ടും ആ പിന്തുണയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഈ ഒരു നാടകം കളിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കൊറീന മെച്ചാഡോ എന്ന് പറയുന്നത്. അവർ ഒളിഗാർക്കി കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണ്. അവർക്കാണ് ഇപ്പോൾ നോബൽ സമ്മാനം കൊടുത്തത്. നോബൽ സമ്മാനം കൊടുത്തത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ആ നോബൽ സമ്മാനത്തെ അതുകൊണ്ടാണ് ജെഫ്രി സാക്സ് വിശേഷിപ്പിച്ചത് ഇത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമല്ല, യുദ്ധത്തിനുള്ള നോബൽ സമ്മാനമാണ്. അവർ ഇതിൻ്റെ പ്രതീതി, ഈ ഒളിഗാർക്കിയുടെ പ്രതീതിയാണ്. പക്ഷേ എന്തുകൊണ്ടല്ല ട്രംപിന് അവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ട്രംപ് പറഞ്ഞത് അവർക്ക് അവിടെ സപ്പോർട്ടില്ല, അവർ ശരിയാവില്ല എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മച്ചോട പിന്നോട്ട് പോയിട്ട് മച്ചോട ഗോൺസാലസിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഗോൺസാലസാണ്, എനിക്കെന്തായാലും വേണ്ട, എനിക്ക് കിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞതോടുകൂടി ഉറപ്പായി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള ഗോൺസാലസിനെ പ്രധാനമന്ത്രിയാക്കണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മച്ചാഡോ പറയുന്നത്. അതായത് അവരുടെ ഒരു ടാക്ടിക്സാണത്. അപ്പം അതെ തീർച്ചയായും ഒരു തന്ത്രം തന്നെയാണ്. പിന്നെ വേറെ കാര്യം, നമ്മളിപ്പം വെനസ്വലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും കേരളത്തിലിരുന്നാണല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ തുറന്നു പറഞ്ഞാൽ BJP അനുകൂലികളും അതേസമയം ചില കോൺഗ്രസ് അനുകൂലികളായ ചില ആളുകൾ തന്നെ വളരെ വിചിത്രമായൊരു പ്രചാരണം നടത്തുന്നുണ്ട്. ഈ വെനസ്വലയിൽ മതപീഡനം, അവിടെ ക്രൈസ്തവരെ ജയിലിലിട്ടിരിക്കുന്നു. അപ്പോൾ 100%, ഏകദേശം 100%-ഓളം പല വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരൊക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ഇത് പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ജയിലിലുണ്ടാവും സ്വാഭാവികമായിട്ട്, ഇത് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ. ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷി ശക്തമായി ഈ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് അതിനെ ഒരു താഴ്ത്തി കാണിക്കാനുള്ള ഒരു തന്ത്രമല്ലേ അത്? നമ്മൾ കേരളത്തിലിരുന്നിട്ട് നോക്കുമ്പോഴുള്ളൊരു വികാരമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഇവിടെ ശക്തമാണ്. അതായത് അതിൻ്റെ ബേസിൽ വരുന്നൊരു സാധനമായിരുന്നു. കാരണം വെനിസ്വലയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അത്. യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനിസ്വല എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ പാർട്ടിയുണ്ട്. അവർക്ക് മഡൂരയായിട്ട് പല തർക്കങ്ങളും ഇപ്പം നിലവിലുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഈ ഭരണകക്ഷി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവവിശ്വാസത്തിനെതിരായിട്ടൊന്നും പറയാറില്ല. ഇപ്പോൾ ഷാവേസ് ആയാലും ശരി, മഡൂരോ ആയാലും ശരി, ഞാൻ ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ദൈവവിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് തന്നെ എന്താണ്, മഡൂരോയും ഭാര്യയും സത്യസായി ഭാവയുടെ അനുയായികളാണ്. അതെ, അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് അവർ ഒരിക്കലും ഈ ദൈവവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമോ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഞാനിതുവരെ വായിച്ച കാര്യങ്ങളിലൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സാജൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് നീങ്ങിയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദുഷ്പ്രഭുക്കൾക്കെതിരായിട്ട് നീങ്ങിയിട്ടുണ്ടാവും. അവർ ഗവൺമെൻറ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നീങ്ങാതിരിക്കണോ? നീങ്ങും അല്ല. 2018-ലും 19-ലൊക്കെ ഈ മഡൂരനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 18-ൽ ഡ്രോൺ ആക്രമണം, ഒരു മിലിറ്ററി പരേഡ് നടക്കുമ്പോൾ അയാൾ സല്യൂട്ട് സ്വീകരിക്കുമ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലുള്ളവരെ ശിക്ഷിക്കുമല്ലോ. 2019-ൽ സ്പീക്കറെ പ്രസിഡൻ്റാക്കിയിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ കുറേ ആൾ പോയിട്ടുണ്ട്. അന്നേരം അവരെ സ്വാഭാവികമായിട്ടും മഡൂരോ തിരിച്ചു വന്നപ്പോൾ ശിക്ഷിക്കും. അതായത് അങ്ങനെയുള്ള രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നടപടിയിട്ടുണ്ടായിട്ടുണ്ടാവും. അതിനെ മതത്തിൻ്റെ പേരിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആ രീതിയിലല്ലാതെ ഒരു പർട്ടിക്കുലർ മതത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പീഡനം, അങ്ങനൊരു സാധനം, അങ്ങനെ ഒരു നടപടി വെനിസ്വലയിലുള്ളതായിട്ട് എനിക്കറിയില്ല. നമുക്ക് ട്രംപിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഈ മഡൂരോയെ തടവിലാക്കിയ ശേഷം അവിടുത്തെ ചുമതലയേറ്റ റോഡ്രിക്സിനെതിരെ ട്രംപ് വീണ്ടും ഭീഷണി മുടക്കിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ നീങ്ങിയില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. ഇത് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങൾക്കെതിരെയും ഇപ്പോൾ ഗ്രീൻലാൻഡ് വിട്ടുകിട്ടണമെന്ന് ഡെൻമാർക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ട്രംപിൻ്റെ ഈ ഒരു ഹുങ്കും അദ്ദേഹത്തിൻ്റെ ഈ ആർത്തിയും എല്ലാം കൂടെ ചേർന്ന് ഇത് ഒരു റാങ്ക് ഇമ്പീരിയലിസമാണ് ശരിക്കും. ഒരു എന്താ പറയണ്ടത്, ദേശാവനി കൊടുത്ത തലക്കെട്ടുണ്ട്, തനി തമ്മാടിത്താണ്. ആ തമ്മാടിത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ഉഡാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ പനാമ കനാൽ തിരിച്ചു പിടിക്കും, ഗ്രീൻലാൻഡ് തിരിച്ചു പിടിക്കും, അതുപോലെ തന്നെ കാനഡ 51ാമത്തെ പ്രവിശ്യയായിരിക്കും. 50 പ്രവിശ്യയാണ് ഇപ്പോൾ, 50 പ്രോവിൻസാണ് അല്ലേ, 50 സംസ്ഥാനങ്ങളാണ്, സ്റ്റേറ്റ് ആണുള്ളത്, പ്രോവിൻസ് അല്ല, സ്റ്റേറ്റ് ആണുള്ളത്. 51ാമത്തെ സംസ്ഥാനമായിട്ട് കാനഡയെ മാറ്റും. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അധികാരത്തിൽ വന്നപ്പോൾ. കാരണം ഇത് കാണിക്കുന്നത് ഉറപ്പായിട്ടും സാമ്രാജ്യത്വം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി അമേരിക്കക്ക് നിലവിലുണ്ട്. ചൈന എല്ലാ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI, അതുപോലെ തന്നെ കട്ടിങ് എഡ്ജ് ടെക്നോളജി, അതിലൊക്കെ തന്നെ ചൈനയാണ് ഇപ്പം ഏറ്റവും മുന്നിൽ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? എങ്ങനെ മറികടക്കും എന്നുള്ളതിൻ്റെ ഉത്തരവാണ് യഥാർത്ഥത്തിൽ ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി, NSS എന്ന് പറയുന്ന കഴിഞ്ഞ ഡിസംബറിൽ ഇറക്കിയിട്ടുള്ള ഡോക്യുമെൻ്റ്. ആ വെബ്സൈറ്റിലേക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്കും എടുത്ത് വായിക്കാവുന്നതാണ്. 10-30 പേജുള്ളൊരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ നമ്മൾ പശ്ചിമാർദ്ധഗോളം നമ്മളെ കീഴിൽ തന്നെ നിലനിർത്തണം. കാരണം യൂറോപ്പിനെ നോക്കിയിട്ട് ഇനി കാര്യമില്ല. നേരത്തെ യൂറോപ്പിൻ്റെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അമേരിക്ക എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ടിയിട്ടാണ് നാറ്റോ ഉണ്ടാക്കിയത്. അതിലിനി കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല. അത് അവരെന്നെ നോക്കട്ടെ, അവരുടെ സെക്യൂരിറ്റി അവരെ നോക്കട്ടെ. നമ്മളെ സെക്യൂരിറ്റി നമ്മളാണ് നോക്കേണ്ടത്. അന്നേരം അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറുള്ള വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, ഈ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഞങ്ങളതാണ്. അത് 1823 ജെയിംസ് മൺട്രോ പറഞ്ഞതാണ്. അത് മൺട്രോ ഡോക്ടറിന്ന് നമ്മളൊക്കെ പഠിച്ചതാണ്, ഹിസ്റ്ററി ക്ലാസ് പഠിച്ചതാണ്. ആ മൺട്രോ ഡോക്ടറിൻ്റെ പുതിയ പതിപ്പ്, അതിന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഉപയോഗിച്ചത്. ഏതോ ഒരു ടാബ്ലോയിഡാണ് ആദ്യം ഡോൺറോ സിദ്ധാന്തം എന്ന് ഉപയോഗിച്ചത്. അതിപ്പം ട്രംപ് തന്നെ പറഞ്ഞു എൻ്റെ സിദ്ധാന്തമാണത്, ഡോൺറോ ആണെന്ന്. ആ സിദ്ധാന്തമാണ്. കാരണം പശ്ചിമാർദ്ധഗോളം ഞങ്ങൾക്കാണ്. ഇനി മൺട്രോ പറഞ്ഞത് യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരേണ്ടതാണ്, ബ്രിട്ടൻ ഫ്രാൻസ് ഒന്നും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇപ്പം ട്രംപ് പറയുന്നത് ചൈനയും റഷ്യയൊന്നും ഇങ്ങോട്ട് വരേണ്ട, ഈ ഭാഗം മുഴുവൻ ഞങ്ങളതാണ്. ഇതിലെന്ത് മാറ്റണമെങ്കിൽ ഞങ്ങൾ മാറ്റും. ഭരണാധികാരി എന്താ പറയുക, മഡുരണ വേണമെങ്കിൽ മാറ്റും. ഏത് ധാതുലവണമാണുള്ളത് അത് ഞങ്ങൾ കുഴിച്ചെടുക്കും, അത് ഞങ്ങളതാണ്, അവരതൊന്നുമല്ല. ഇത് നിക്കരാഗേൻ്റെയോ അല്ലെങ്കിൽ പനാമേൻ്റെയോ ഒന്നുമല്ല, അത് ഞങ്ങളതാണ്, ഞങ്ങൾ കുഴിച്ചെടുക്കും. ഈ ധാർഷ്ട്യമാണ്, വളരെ നെയ്ക്കഡായിട്ടുള്ള ഇമ്പീരിയലിസമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു മുഖമാണ് ട്രംപ്. ക്യാപിറ്റലിസത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നായകനാണ്, 8 യുദ്ധങ്ങൾ ഞാൻ നിർത്തി, അതുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം കിട്ടണമെന്ന് പറയുന്ന ഇയാളാണ്. നൈജീരിയനെ ആക്രമിച്ചു, ഇറാൻ ആക്രമിച്ചു, ഇപ്പം വെനിസ്വേലനെ ആക്രമിച്ചു, ഇനിയിപ്പം വീണ്ടും ഇറാൻ ആക്രമിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യൂബയ്ക്ക് ഡയറക്റ്റ് ത്രട്ട് കൊടുത്തു കഴിഞ്ഞു. മാർക്കോ റൂബിയും പറഞ്ഞു, ട്രംപും പറഞ്ഞു, രണ്ടാളും പറഞ്ഞു അടുത്ത ഉന്നം ഞങ്ങളത് ക്യൂബയാണ്. പിന്നെ നിക്കരാഗോയുടെ പേര് പറഞ്ഞു, മെക്സിക്കോയുടെ പേര് പറഞ്ഞു. ഇതൊക്കെ ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. കൊളംബിയ പെട്രോൾ ഒഴിയാണ്. മെയ് മാസം തെരഞ്ഞെടുപ്പാണ്. ട്രംപ് ഇടപെട്ടിട്ട് അവിടെ വലതുപക്ഷത്തെ കൊണ്ടുവരും, ഉറപ്പാണ്. കാരണം ആ രീതിയിൽ ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷം, ആ പിങ്ക് റവല്യൂഷൻ, ഷാവേസ് തുടങ്ങിയിട്ടുള്ള പിങ്ക് റവല്യൂഷൻ ഉണ്ട്, ആ പിങ്ക് റവല്യൂഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ അജണ്ട. അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വെനിസ്വേലയെ ആക്രമിച്ചിട്ടുള്ളത്. ഈ ചൈനയുടെ കാര്യം പറഞ്ഞു, യഥാർത്ഥത്തിൽ ചൈനയ്ക്കുള്ള നമ്മൾ പല നിരീക്ഷണം പറയുന്നത് പോലെ ചൈനയ്ക്കുള്ളൊരു സന്ദേശമായി ഇതിനെ കാണാൻ കഴിയുമോ? ഈ ചൈനയാണല്ലോ വെനിസ്വേലയിൽ നിന്നും വളരെ പല പല ബന്ധങ്ങളുള്ളതും, ചൈനയുടെ പല തന്ത്രപരമായ അവരുടെ പുരോഗതിയുടെ പല ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ബന്ധം ചൈനയ്ക്ക് ഗുണകരമാണ്. ചൈന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരുന്നൊരു ശക്തിയാണ്. ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയും ഒരു 3ാമത്തെ സൈനിക ശക്തി എന്ന് പറയുന്നത്. സൈനിക ശക്തിയിൽ ചിലപ്പോൾ റഷ്യ ആയിരിക്കും ചൈനയെക്കാളും കുറച്ചും കൂടി മുന്നിൽ. കാരണം ഈ ചൈന ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് UN-ൽ 193 അംഗരാഷ്ട്രങ്ങളാണ് ഉള്ളത്. ആ 193 151 രാഷ്ട്രങ്ങളും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അംഗമാണ്. ഇന്ത്യ അല്ല, ഇന്ത്യയിൽ നിന്ന് മാറിയേക്കുന്നുണ്ട്. 151 രാഷ്ട്രങ്ങൾ അംഗമാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ 24 രാഷ്ട്രങ്ങൾ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അംഗമാണ്. പിന്നെ ഈ ലാറ്റിൻ അമേരിക്കയിലെ 10-25 രാജ്യങ്ങൾ നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും ഒന്നിക്കിൽ ഫസ്റ്റ് വ്യാപാര പങ്കാളി ചൈനയായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. ഒന്നിക്കിൽ 1 അല്ലെങ്കിൽ 2. അതാണ് ചെയ്യുക. ആ രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ ചൈനയുമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചൈനയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. പക്ഷേ ചൈന ഒരിക്കലും സൈനിക ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിച്ചിട്ടില്ല.
അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അമേരിക്ക 100ഓളം രാജ്യങ്ങളെ സാജൻ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, 100ഓളം രാജ്യങ്ങളിൽ അട്ടിമറിയോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. 100 രാജ്യങ്ങളോളം ഇടപെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ ചൈന അങ്ങനെ ഒരു ഇടപാട് ഇന്ന് വരെ നടത്തിയിട്ടില്ല. അമേരിക്കക്ക് 800 സൈനിക താവളങ്ങളുണ്ട്. 10-70 രാഷ്ട്രങ്ങളിലായിട്ട് 800 സൈനിക താവളങ്ങളുണ്ട്. ചൈനക്ക് ഒരൊറ്റ സൈനിക താവളമാണ് ചൈനക്ക് പുറത്തുള്ളത്, അത് ജിബൂട്ടിയിൽ മാത്രമാണ്. വേറെ ഒന്നുമില്ല. കാരണം ഒരു അട്ടിമറിക്ക് ശ്രമിക്കുക അല്ലെങ്കിൽ ഭരണാധികാരിനെ മാറ്റുക, ഭരണാധികാരിനെ കൊല്ലുക, ഇതൊന്നും ചൈനയുടെ പരിപാടിയല്ല. ചൈന പറയുന്നത് ഗവേണൻസ് ഇനീഷ്യേറ്റീവാണ്. നിങ്ങളെ നന്നായി ഭരിക്കാൻ ഞങ്ങൾ സഹായിക്കാം, നിങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അതിൻ്റെ കാശ്, ആ ചിലവാക്കിയ കാശ് ഞങ്ങൾക്ക് തരണം, വെറുതെ അല്ല. കാരണം ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ചൈന നടത്തുന്നത്. അവരുടെ സ്വന്തം ചൈനയുമായിട്ട് കൈകോർത്താൽ അവരുടെ രാജ്യമാണ് വികസിക്കുന്നത്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് വർദ്ധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾക്ക് താല്പര്യം ചൈനയുമായിട്ട് അടുക്കാനാണ്. കാരണം അത് പാടില്ല എന്നാണ് ഇപ്പം അമേരിക്ക പറയുന്നത്. ലാറ്റിൻ അമേരിക്കയിലേക്ക്, വടക്കേ അമേരിക്കയിലേക്ക്, തെക്കേ അമേരിക്കയിലേക്ക് നിങ്ങൾ വരണ്ട, ഇത് ഞങ്ങളെ സാമ്രാജ്യമാണ്, ആ സാമ്രാജ്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം. ഇത് ഒരു ശീതയുദ്ധത്തിന് തുടക്കമാണ് യഥാർത്ഥത്തിൽ. മറ്റൊരു ശീതയുദ്ധത്തിന് അമേരിക്ക തുടക്കം കുറിക്കുകയാണ്. അവസാനമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യയുടെ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ഒരു രാജ്യമാണ് വെനിസ്വേല. ഇന്ത്യയായിട്ട് നമുക്ക് അവർ പല എണ്ണയുടെ കാര്യത്തിൽ തന്നെ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. പക്ഷേ അമേരിക്ക ഇത്രയും നമുക്ക് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അപലപനീയമായ ഒരു സംഭവം ചെയ്തിട്ടും വളരെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് വളരെ ആശങ്കാജനകമെന്ന് മാത്രമാണ്. അമേരിക്ക നമ്മുടെ പറഞ്ഞ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പോലെ ആദ്യ പ്രതികരണം ഏകദേശം അമേരിക്കയെ ഞങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ല, ഇത് ഇങ്ങനെ ചെയ്തതായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും ഇന്ത്യ ഒരു മൗനത്തിലാണ്. അതും നേരത്തെ ഉള്ള നമ്മുടെ അമേരിക്ക ഇന്ത്യ ഇപ്പോഴത്തെ ഒരു നയത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനം കുറച്ച് കാലമായിട്ട് ഇത് ഇങ്ങനെയാണ്. ഇപ്പം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണം, ഇറാനിൽ നടത്തിയ ആക്രമണം, ഇതിനൊന്നും തുറന്ന് എതിർക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇപ്പം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്നലെ വളരെ വൈകിട്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും അമേരിക്ക എന്നുള്ളൊരു പദമില്ല. ഇത് അമേരിക്കയാണ് ചെയ്തത് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ല. കാരണം യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ശിങ്കിടിയാണ് യഥാർത്ഥത്തിൽ, അമേരിക്കൻ ശിങ്കിടിയാണ്. പക്ഷേ അവർ പറയുന്നത് UN ചാർട്ടർ പരിപാലിക്കണമായിരുന്നു. UN ചാർട്ടർ നിങ്ങൾ ലംഘിച്ചു എന്നതിൻ്റെ അർത്ഥം, പരിപാലിക്കണം എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ പറയാൻ പോലും ഇന്ത്യക്ക് തയ്യാറല്ല. അതിന് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ തയ്യാറാവാത്തത്? ഒന്ന്, അമേരിക്കയെ ഭയമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഭയക്കുന്നത് ഞങ്ങൾക്കറിയില്ല. കാരണം നേരത്തെ പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി, അത് നിർത്തിയത് ഞാനാണെന്ന് 10-50 തവണ ട്രംപ് പറഞ്ഞു. പക്ഷേ മോഡി അത് നിഷേധിക്കാനോ അത് ശരിവെക്കാനോ ഒന്നും തയ്യാറായിട്ട് അമേരിക്കയെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ അദ്ദേഹം തയ്യാറില്ല. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് പല മാധ്യമങ്ങളും പറയുന്നുണ്ട്, മോഡി അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ട് മോഡി അതിൽ ഇൻവോൾവ് ആണെന്ന്. അപ്പോയിൻമെൻറ്റ് ചോദിക്കുകയും ദാറ്റ് ഈസ് ഡൺ എന്ന് മോഡി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധ്യത ഞാൻ വായിച്ചിട്ടുണ്ട്. എത്രമാത്രം വസ്തുതയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തോ ഒരു ഭയം എന്തായാലും മോഡിക്ക് അമേരിക്കയോടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, മോഡിയുടെയും ട്രംപിൻ്റെയും ആശയ പദ്ധതി ഒന്നാണെന്നുള്ളതാണ്. ഒരു തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷമാണ് അവിടെ ട്രംപ് ചെയ്യുന്നത്. അതേ പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് ഇന്ത്യയിൽ മോഡിയും ചെയ്യുന്നത്. അതായത് ആ പ്രത്യയശാസ്ത്രപരമായൊരു ഐക്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോർജിയോ മെലണി പൂർണ്ണമായിട്ടും ഇയാളെ പിന്തുണക്ക ചെയ്തത് തീവ്ര വലതുപക്ഷമാണ്. വിക്ടർ ഓർബൻ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിന്ന ഏക വ്യക്തി വിക്ടർ ഓർബനാണ്, ഹംഗറിയുടെ പ്രസിഡന്റ്. ഹംഗറിയുടെ പ്രസിഡന്റും ഇതേ തീവ്ര വലതുപക്ഷത്താണ്. അവർ തമ്മിലുള്ളൊരു ഐക്യമുണ്ട്. ആ ഐക്യവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു രീതി. കാരണം മോഡി പറയുന്നത് ഞങ്ങൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, ഇനി ലോകത്തെ നയിക്കുന്നത് ഞങ്ങളാണ്, വിശ്വഗുരുവാണ് ഞങ്ങൾ, ലോകത്തെ മുഴുവൻ പഠിപ്പിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവണമെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവത്തിൽ നിങ്ങൾ പ്രതികരിക്കണ്ടേ? നിങ്ങൾ പ്രതികരിക്കാത്ത ഒരു ലോകരാജ്യത്തെ ആരെങ്കിലും മൈൻഡ് ചെയ്യും? നിങ്ങൾ എങ്ങനെയാണ് വിശ്വഗുരു ആവാൻ പോകുന്നത്? എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാവാൻ പോകുന്നത്? ലോകത്തിൽ ഒരു വലിയ സംഭവം നടക്കുന്നു,
ആ സംഭവത്തിൽ നിങ്ങൾ പ്രതികരിക്കണ്ടേ? അമേരിക്ക ഇസ്രയേലും ഇറാൻ ആക്രമിക്കുന്നു, നിങ്ങൾ പ്രതികരിക്കേണ്ടത് അതിനെതിരായിട്ട്. കാരണം ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലത്തും പാകിസ്ഥാനെതിരെ നിന്ന രാജ്യമാണ്, ഇന്ത്യയെ പിന്തുണച്ച രാജ്യമാണ്. ആ ഇറാനെ നിങ്ങൾ കൈവിട്ടു. കാരണം ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രമാകാൻ പോകുന്നത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. കാരണം ലോകരാജ്യങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോഴാണല്ലോ, ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിന് ഒരു വിലയുണ്ടാകുന്നത്, സമൂഹത്തിന് ആഗോള സമൂഹത്തിൽ ഒരു വിലയുണ്ടാകുന്നത്. ഏതായാലും ആഗോള സൗത്തിൻ്റെ ഗ്ലോബൽ സൗത്തിൻ്റെ ഏറ്റവും വലിയൊരു ചാമ്പ്യനായിരുന്നു ഇന്ത്യ. നെഹ്റുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ഇപ്പം ബംഗ്ലാദേശ് വിഭജനത്തിൽ നമ്മളെടുത്ത റോള്, ഇതൊക്കെ ലോകം അംഗീകരിച്ച റോളാണ്. ആ ഇന്ത്യയാണ് ഇത്ര നാണം കെട്ട രീതിയിൽ അമേരിക്കക്ക് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. നമ്മൾ കണ്ടതാണല്ലോ, നമ്മളെ പൗരന്മാരെ ചങ്ങലൊക്കെ ഇട്ടിട്ട് സൈനിക വിമാനത്തിൽ കൊണ്ടു തള്ളിയപ്പോൾ ഒരക്ഷരം മിണ്ടാത്ത ആളാണ് ഈ പ്രധാനമന്ത്രി. കൊളംബിയൻ പ്രസിഡന്റ് ആ വിമാനം തിരിച്ചയച്ച് അയാൾ സഞ്ചരിക്കുന്ന വിമാനം അമേരിക്കയിലേക്ക് അയച്ച് അവരുടെ പൗരന്മാരെ ചങ്ങലക്കിടാതെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗുസ്താവോ പെട്രോ, ചെറിയ കൊളംബിയ, കേരളത്തിൻ്റെ അത്രയുള്ള ഒരു പ്രദേശമാണ് ആ രാജ്യം. ആ രാജ്യത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ഞങ്ങൾ 56 ഇഞ്ചുണ്ട്, ഞാൻ ലോകത്തിൻ്റെ നേതാവാണ്, ഞാൻ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണ് എന്നൊക്കെ വെറുതെ ഈ ബോസ്റ്റിംഗ് ആണ്. അത് ട്രംപും നടത്തുന്നുണ്ട്, മോഡി നടത്തുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റൻസിലൊന്നുമില്ല, കാലിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ദശകങ്ങളായി ലോകരാഷ്ട്രീയവും വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന പരമേശ്വരൻ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എടുത്തുക. ഒന്ന്, ഇതൊരു ശീതയുദ്ധത്തിൻ്റെ തുടക്കമാണ്. അമേരിക്കയുടെ ഈ നടപടി ചൈനയ്ക്കുള്ളൊരു അമേരിക്ക നൽകുന്ന ഒരു ചൈനയും ലോകരാജ്യങ്ങളും തമ്മിലുള്ള വളരെ ഊഷ്മളമായൊരു ബന്ധം അമേരിക്കയെ വളരെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ അമേരിക്ക വെനസ്വേല എന്ന ചെറിയ രാജ്യത്ത് നടത്തിയ ഓപ്പറേഷൻ ചൈനയ്ക്ക് കൂടിയുള്ളൊരു സന്ദേശമാണ്. രണ്ടാമത്തത് ഇന്ത്യയുടെ നിലപാടില്ലായ്മ. ഇത്രയും വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ഇത്രയും ഗൗരവതരമായ ആശങ്കാജനകമായ സംഭവങ്ങൾ നടക്കുമ്പോഴും മൗനം പാലിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ നേരത്തെ ഈ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ആ ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ ലോകത്ത് നേടിയ ഇന്ത്യക്ക് നേടിക്കൊടുത്തൊരു മഹത്തായ സ്ഥാനമുണ്ട് ലോകരാഷ്ട്രത്തിൽ. അതെല്ലാം ഇല്ലാതാക്കുന്നൊരു സമീപനമാണ് നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുകയും നമ്മളുടേതായ ഒരു നിലപാട് ലോകത്തെ അറിയിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.